വെരി നൈസ് മോളെ. സെബക്കുട്ടി അതിമനോഹരമായിട്ട് പാടി കേട്ടോ. ഒരുപാട് ഭാഗങ്ങൾ 99% അതിഗംഭീരമായിട്ട് പാടി, നല്ല റിലാക്സ്ഡ് ആയിട്ട് പാടി. ഞാൻ ആദ്യം മോളുടെ അടുത്ത് പറഞ്ഞതും അതാണ്, ഞാൻ ഉദ്ദേശിച്ചതാണ്. കാരണം നമ്മൾ വെപ്രാളം വന്നു കഴിഞ്ഞാൽ ഈ പാട്ട് കയ്യിൽ നിൽക്കത്തില്ല. കാരണം 1 2 3 1 2 3 1 2 3 ആ താളത്തിനകത്ത് ജിം ജിം താ ജിം താ ജിം ജിം താ, അതിനകത്ത് ആ ഗ്രൂവിൽ നിൽക്കണം. അത് വലിയ പ്രയാസമാണ്. പല കുട്ടികൾ പാടുമ്പോഴും ഇത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചാടി ചാടി നിൽക്കും. അതിൽ തന്നെ നിൽക്കുന്നേ, പക്ഷെ ആ കറക്റ്റ് ഗ്രിഡില് നിൽക്കത്തില്ല. മോള് വൃത്തിയായിട്ട് പാടി കേട്ടോ. ഒരുപാട് സംഗതികൾ മനോഹരമായിരുന്നു. കുറച്ച് കണ്ണീരൊപ്പാമോ അവിടെ ഒരു സംഗതി, പിന്നെ തേക്കാൻ വാ, മുത്തശ്ശി അമ്മയെ കാണാൻ വാ, ഇതൊക്കെയാണ് എനിക്ക് ബേസിക് ആയിട്ട് ആ എൻഡ്. ഞാൻ എല്ലാം അതിന്റെ അറ്റത്ത് കാണാൻ വാ, അതുപോലുള്ള ചെറിയ സംഗതി. ബാക്കി വലുത് പാടിയപ്പോഴത്തെ ഇത് പാടാൻ പറ്റും, പക്ഷെ ആ നിമിഷം മോക്ക് പാടാൻ പറ്റിയില്ല. പെർഫോം ചെയ്യുന്ന സമയത്ത് അതിന് സാധിച്ചില്ല. അതിപ്പോ എന്തോ ചെയ്യാന്, കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോളെ. കാരണം ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു കമ്പോസ് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം രവിചേട്ടന്റെ അതൊരു കാലഘട്ടമാണ്. കാരണം അതൊക്കെ അനുഭവിക്കാൻ സാധിച്ച ഒരു ഭാഗ്യവാനാണ് ഞാൻ എന്ന് പറയാം. കാരണം ഒരുപാട്, കാരണം രവിചേട്ടനുമായിട്ടുള്ള യാത്രകളും, കാരണം ഒരുപാട് ആൽബംസ്, കാരണം ഈ സിനിമ പാട്ട് മാത്രമല്ല, ഓണപ്പാട്ടുകൾ, അയ്യപ്പൻ പാട്ടുകൾ, പിന്നെ അങ്ങനെ ഒത്തിരി യാത്രകളും, പിന്നെ രവിചേട്ടന്റെ പ്രോഗ്രാംസിന്, രവിചേട്ടൻ നടത്തുന്ന പ്രോഗ്രാംസിന് പോയി പാടുന്ന, അങ്ങനെ കുറെ. പിന്നെ അദ്ദേഹം വീണ്ടും ട്രിവാൻഡ്രത്ത് താമസം മാറി വന്നു. ട്രിവാൻഡ്രത്തായിരുന്നു താമസിച്ച് മെഡിക്കൽ കോളേജിന്റെ അടുത്ത്. അവിടുന്ന് പിന്നെ കരമന സൈഡിലോട്ട് വീട് മാറി. എങ്ങോട്ട് മാറിയാലും ഞാൻ പോവും. ഞാൻ അവിടെ ചെന്ന് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അവിടെ ചെന്ന് ഇരിക്കും. ചേച്ചി നല്ല ബീഫ്, ഒരു രക്ഷയില്ല. ആ ബീഫ് ഒന്നൊന്നര ബീഫാ. അതൊക്കെ നല്ല രസമായിട്ട്, അത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ കാണും. പിന്നെ അദ്ദേഹം ഇവിടെ എറണാകുളത്തോട്ട് വന്നു. പിന്നെ ലാസ്റ്റില് മദ്രാസിൽ പോയി. അങ്ങനെയാണ് ഒരു യാത്ര അദ്ദേഹത്തിന്റെ. സംഗീതത്തിലൂടെയും ജീവിതത്തിലൂടെയും ഒരുപാട് യാത്ര ചെയ്ത ഒരു മനുഷ്യൻ. മാത്രമല്ല സ്വാതിരുന്നാൾ മ്യൂസിക് കോളേജിൽ ഇവരൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. രവിചേട്ടന്, എന്റെ ചേട്ടന്, ദാസേട്ടന്, നെയ്യാറ്റിങ്കര വാസുദേവൻ സാറ്, നെയ്യാറ്റിങ്കര മോഹനേന്ദ്രൻ സാറ്, ഒത്തിരി പേരുണ്ട്. ഒക്കെ ഒരുമിച്ച് സതീർത്ഥരായിരുന്നു. ഇവരൊക്കെ കൂടുന്ന എൻ്റെ വീട്ടിലെല്ലാവരും വന്നിട്ട് വൈകുന്നേരം വന്ന് പാടുന്നത്. ഞങ്ങളെ ഒരു കുഴിയിലുള്ള ചെറിയ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് 75 രൂപയായിരുന്നു വാടക. അവിടെ ആ കുഴിയിലുള്ള വീട്ടിൽ അവിടെ വന്നിരുന്നിട്ട് എല്ലാവരും പായൊക്കെ വിരിച്ചിട്ടിട്ട് തമ്പുരു ശ്രുതിയൊക്കെ ഇട്ടിട്ട് ഓരോരുത്തരും ഓരോ കീർത്തനം പാടിയിട്ട് അതൊക്കെ കേട്ടാ ഞാൻ വളർന്നത്. അന്ന് ഞാൻ വളരെ ചെറുതാണ്. കാരണം അവര് ഞാനുമായിട്ട് ഏകദേശം 23 വയസ്സിന്റെ വ്യത്യാസം, 24 വയസ്സിന്. ഈ പാട്ട് കേട്ടവർ രവിചേട്ടനെ ഓർത്തുകൊണ്ട് പറഞ്ഞ മോള് നന്നായിട്ട് പാടി കേട്ടോ. ബ്യൂട്ടിഫുൾ. സെബക്കുട്ടി അസലായിട്ട് പാടി. വളരെ നന്നായിട്ട് പാടി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നന്നായി കേട്ടോ. പിന്നെ കുറച്ച് ഹസ്കി ആയിട്ടുള്ള വോയിസ് ആണ്. കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആക്കിയാൽ നല്ലതായിരിക്കും. ചില ഭാഗങ്ങളിൽ കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആക്കി പാടണം എന്ന് എനിക്ക് തോന്നി. ഫുള്ളായിട്ട് അങ്ങനെ ഹസ്കി ആവരുത് കേട്ടോ, ഒന്ന് ശരിയാക്കണം. ശ്രീകുട്ടനങ്ങൾ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വലിയ സീരിയസ് ഇഷ്യൂസ് ഒന്നും പാട്ട് സംഭവിച്ചിട്ടില്ല. കാര്യങ്ങളൊക്കെ അങ്കിൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എനിക്ക് തോന്നിയത് തെന്നലറിയാതെ, ആ ഫസ്റ്റ് പല്ലവിയിലെ തെന്നലറിയാതെ എങ്ങനെ പാടി
ആ സംഗതിക്കൊക്കെ ഇത്തിരി ക്ലാരിറ്റി വേണം കേട്ടാ. തിന്നലറിയാതെ ആ ഇത്തിരി സ്പീഡ് കൂടുന്നുണ്ട്. അത് കൺട്രോൾ വരുത്തിയാൽ മതി സംഗതികൾ കേട്ടാ. ചില സമയത്തൊക്കെ ഇങ്ങനെ വൈബ്രേഷൻ വരുന്നുണ്ട് സംഗതി പാടുമ്പോൾ, അതൊന്ന് കൺട്രോൾ ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ ശരിയാവുന്നേ ഉള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. റെമോ സെബമോൻ കുട്ടി, എനിക്ക് ആ മേലെ വാരത്തെ പൂവാലി പയ്യ് എനിക്കത് ഭയങ്കര ഇഷ്ടായെന്ന് പറയാൻ വന്നതാ. നല്ല രസമുള്ള കുറെ പോർഷൻസ് ഉണ്ടായിരുന്നു. നല്ല കുനുകുനുകുനുന്ന് സംഗതി വരുന്ന ഒരു തൊണ്ടയാ. പറഞ്ഞ പോലെ അതിൽ നമുക്കൊരു വൈബ്രേഷൻ വരുത്താതെ കൺട്രോൾ ഉണ്ടാകുക. എല്ലാത്തിനും ഇപ്പൊ എന്താ പറയാ, നോട്ട്സ് അല്ലെ, അത് നോക്കിയുള്ള ഈ സംഗതികൾ നമ്മൾ പാടേണ്ടത്. ഇവൻ എനിക്കൊക്കെ ഉള്ള ഇതാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. പക്ഷെ നമുക്ക് നല്ല എത്ര ടഫായിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ സംഗതികൾ ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു തൊണ്ടയാ കേട്ടാ. അപ്പൊ നന്നായി പാടി, നല്ല സോഫ്റ്റ് ആയിട്ട്. ചേച്ചിയുടെ ഒരു വേർഷൻ വേറെ, മോളുടെ വേറൊരു വേർഷൻ, അതായത് നല്ല വേറൊരു ഇങ്ങനെ ഹസ്കി ആയിട്ട് ഇങ്ങനെ ഒഴുകി പോണ ഒരു പുഴ പോലെ രസം ഉണ്ടായിരുന്നു. മോളുടെ ഭംഗി പോലെ തന്നെ ഒരു ശാന്തശീലിയായി പാട്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി ഒന്ന് പ്ലസന്റ് ആയിട്ട് മുഖം അത് വേണമെങ്കിൽ ആവാട്ടോ. കാരണം ഈ പാട്ടിൽ ഭയങ്കര സന്തോഷാ. ഒരു പശുക്കുട്ടീനെയൊക്കെ നോക്കി ആ നായക ഇങ്ങനെ തോട്ടത്തിലൂടെ തൊടിയിലൂടെ ഇങ്ങനെ ഓടി നടക്കുക. പക്ഷെ ഇത്ര സങ്കടം വേണ്ട. പാടിക്കൊടുക്കുക 2 ലൈൻ. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ തിന്നലറിയാതെ അണ്ണാര കണ്ണലറിയാതെ വിങ്ങിക്കരയണ കാണാ പൂവിന്റെ കണ്ണീരൊപ്പാമോ ഊഞ്ഞാലാട്ടിയുറക്കാമോ. ചിരിച്ചോണ്ട് ചേച്ചി ഞാൻ പറഞ്ഞത് ആ മുഖം പ്ലസന്റ് ആയിട്ട്. അപ്പൊ നമുക്ക് അറിയാണ്ട് പാട്ടിൽ ആ ഒരു സന്തോഷം വന്നോളും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. So, we are giving you 99 out of 100. താങ്ക് യു സർ. ആദ്യ ഒരു PK ഗോപി പൂക്കുറ്റി. ഓൾ ദി ബെസ്റ്റ്. സെബക്കുട്ടാ ഹാപ്പി ആയല്ലോ? ഹാപ്പി. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത റൗണ്ടിൽ കാണാം. ബൈ. ടാറ്റാ.